അങ്ങനെ ഇന്ന് 5 ദിവസത്തെ ട്രിപ്പ് തുടങ്ങുകയാണ്. ഞാൻ രാത്രിയിൽ തുണിയൊക്കെ തേച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് മൂന്നാറിലാണ്. ഭയങ്കര തണുപ്പാണ് ഇവിടെ. അങ്ങനെ ഏകദേശം എയർപോർട്ട് എത്താറായി. സോറി കേട്ടോ, എയർപോർട്ടല്ല, നമ്മുടെ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് ഇവരുടെ റൂം. അങ്ങനെ അവിടെ എത്താറായി ഏകദേശം. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നോർത്ത് സ്റ്റേഷൻ്റെ അടുത്ത് ബാക്കിലായിട്ടാണ് ഹോട്ടൽ. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, ഞാൻ മാപ്പ് നോക്കിയാണ് പോകുന്നത്. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന് ഏകദേശം എത്താറായി. അവർ ഗോവയിൽ നിന്നുള്ള ആൾക്കാരാണ് കേട്ടോ. അവർക്ക് ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് അറിയാം. അങ്ങനെ നേരെ ഹോട്ടലിൻ്റെ അടുത്തെത്തി. ഹോട്ടലിൻ്റെ അടുത്തെത്തുന്നതിന് മുമ്പ് ഞാൻ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ ഹോട്ടലിൻ്റെ അടുത്തെത്തി. അപ്പോൾ അവർ വെയിറ്റ് ചെയ്ത് നിന്നു. ഓക്കെ, അവരെ എടുത്തുകൊണ്ട് നേരെ അവർ ഫുഡ് കഴിച്ചില്ലായിരുന്നു. ആര്യേസ് വന്ന് ഫുഡൊക്കെ കഴിച്ചു. നേരെ ഇനി മൂന്നാറിലേക്കാണ്. മൂന്നാർ നേര്യമംഗലം എത്തിയപ്പോഴത്തേന് ഭയങ്കര ബ്ലോക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചീയപ്പാറ വാട്ടർഫോളിൻ്റെ അടുത്തെത്തി. ഏകദേശം അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ചീയപ്പാറ വാട്ടർഫോളിൽ വെള്ളം കുറവാണ് കേട്ടോ. മഴയത്ത് മാത്രമേ ഇവിടെ നല്ല ഭംഗിയുള്ളൂ. പക്ഷേ ഇത് വെള്ളം കുറവായിരുന്നു, വലിയ ഭംഗിയില്ലായിരുന്നു. ഭയങ്കര വെയിലും, പക്ഷെ തണുപ്പുണ്ടായിരുന്നു കേട്ടോ. മൂന്നാറിലിപ്പം തണുപ്പ് ജംഗ്ഷനിലൊക്കെ മൈനസ് ആണെന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ വന്നത് വണ്ടർ വാലിയിലാണ്. അപ്പോൾ അവർക്ക് ജീപ്പ് വേണോ വണ്ടർ വാലി വേണമെന്ന് ചോദിച്ചപ്പോൾ അഡ്വഞ്ചർ പാർക്കാണിത് വണ്ടർ വാലി. അങ്ങനെ വണ്ടർ വാലിയിൽ നിന്നപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരനെ കണ്ടു, ലിനീഷ് ബ്രോ. അങ്ങനെ ഞങ്ങൾ ഒരു വീഡിയോ ഒക്കെ എടുത്ത്. പുള്ളിക്ക് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അങ്ങനെ ഇതാണ് ഈ വണ്ടർ വാലിയുടെ മേളിലോട്ടൊരു വളവാണ്. അവിടെ ഭയങ്കര അപകടമുള്ള സ്ഥലമാണ്. എപ്പോഴും വണ്ടി ഇങ്ങനെ വന്ന് ഭയങ്കര തിരക്കാണ്. അതായത് വലിയ വണ്ടിക്കാർ വന്നു കഴിഞ്ഞപ്പം പെടും. അത് അറിയത്തില്ലാത്ത ആൾക്കാർ താഴേന്ന് സെക്കൻഡ് കയറി വന്നിട്ട് വളവ് തിരിഞ്ഞ് മേലോട്ട് കയറുമ്പോൾ, ഞാനിങ്ങനെ സംസാരിക്കുന്നതെന്ന് തോന്നില്ല, ഇവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ടാണ്. പിന്നെ ബാഗ് എടുത്ത് വേണം മേലോട്ട് കയറിപ്പോകാൻ. അത് ഭയങ്കര ശല്യമാണ് അവിടെ. അതായത് ചെറിയ വണ്ടിക്കാർക്ക് ഏകദേശം അറിയാം, പക്ഷേ ചെറിയ വണ്ടിക്കാരാണെങ്കിലും ഇടയ്ക്ക് അവർക്ക് ഇത് പോവും. ഈ സാധനം കണ്ടോ, ഇത് നിരോധിച്ചാണ് അവിടെ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ്. ഗ്ലാസ് ബ്രിഡ്ജിൽ ഒരാൾക്ക് ഏകദേശം 500, പിന്നെ ക്യാമറ കയറ്റുന്നതന്നെ 200 എങ്ങാണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാനിതുവരെ ഡയറക്റ്റായിട്ട് കയറിയിട്ടില്ല. അപ്പം ഞങ്ങൾ ആദ്യം വന്നു. അവിടെ വന്നു ടിക്കറ്റ് എടുക്കാൻ നോക്കിയപ്പം റേറ്റ് കൂടുതലാണ്ട് അവരെടുത്തില്ല. അപ്പം പിന്നെ ഞാൻ അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ പകർത്തി. അവർ എടുത്തില്ല. പിന്നെ മൂന്നാർ ടൗണിലെത്തിയപ്പോഴത്തേനും ഭയങ്കര തിരക്കായിരുന്നു. ഇത് ഗ്ലാസ് ബ്രിഡ്ജ് ഞങ്ങൾ ഏകദേശം വൈകുന്നേരം എത്തി കേട്ടോ. അങ്ങനെ ഇനി മൂന്നാറിലേക്കാണ് പോകുന്നത്. മൂന്നാർ ഇതുപോലുള്ള ആൾക്കാരാണ് ഈ ബ്ലോക്ക് ഉണ്ടാക്കുന്നത് കണ്ടോ. ഇവിടുത്തെ ആൾക്കാർ തന്നെയാണെന്ന് തോന്നുന്നു. KSRTC ഇങ്ങോട്ട് വരാനുണ്ട് കണ്ടോ. കാരണം ഇവനിങ്ങനെ കുത്തിത്തിരിക്കും. ഞങ്ങളെല്ലാം ബ്ലോക്കിനകത്ത് കിടക്കുകയാണ്. ഇവൻ മാത്രം മുന്നിൽ കയറി വന്നിട്ട് ബ്ലോക്ക് ഉണ്ടാക്കുകയാണ്. അങ്ങനെ KSRTC കടന്നു പോയി. പിന്നെ ഞങ്ങൾ ഗ്യാപ്പ് റോഡാണിത് കേട്ടോ. ഗ്യാപ്പ് റോഡിലെ കാഴ്ചകളാണിത്. അടിപൊളിയാണ്. എൻ്റെ ഹോട്ടലെന്ന് പറഞ്ഞാൽ ദേവികുളത്താണ് കേട്ടോ. ദേവികുളം എന്ന് പറയുന്നത് മൂന്നാറിൽ നിന്ന് തേക്കടി പോകുന്ന റൂട്ടിലാണ്. ഗ്യാപ്പ് റോഡ് വഴി തേക്കടി വഴി. ഇതാണ് എൻ്റെ ഗസ്റ്റ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോട്ടലെത്തിയിട്ട് അവിടെ കുറേ അലങ്കരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. ഇതാണ് നമ്മുടെ ഹോട്ടൽ കേട്ടോ, റിസോർട്ട്. പിന്നെ ഇത് ദേവികുളമാണ് കേട്ടോ. ഞങ്ങൾ പിന്നെ കഴിക്കാൻ പോകുന്ന ഇതാണ്. ഞാൻ ഒരു 2 ദോശ പറഞ്ഞു. പിന്നെ ഇത് നമ്മുടെ കൂട്ടുള്ള ചേട്ടന്മാരാണേ. തണുപ്പ് കൊണ്ട് വിറച്ചിട്ടിരിക്കാൻ വയ്യ. ഞാൻ ദോശ പറഞ്ഞു, അവരും ദോശ. ഒരു ചേട്ടൻ പൊറോട്ടയാണ് പറഞ്ഞത്. ഇതുണ്ടോ, ഞാൻ ദോശയും ഓംപ്ലേറ്റും പറഞ്ഞു. രക്ഷയില്ലാത്ത തണുപ്പാണ് കേട്ടോ. ഞാനിത് വിളിച്ച് കാണിക്കുന്നത് എന്താണെന്നറിയോ, ഈ പുക വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വീഡിയോയ്ക്കകത്ത് കാണാൻ പറ്റത്തില്ലായിരിക്കും. ഞങ്ങളുടെ കൂടെ ഒരു പട്ടി ഉണ്ടായിരുന്നു കേട്ടോ.